നല്ലൊരു സഹായമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ രജീഷിൻ്റെയും സ്റ്റാഫിൻ്റെയും ഒക്കെ ഏറ്റവും നല്ല ക്ലാസ് നല്ലൊരു ഇൻഫർമേഷൻ ആയിരുന്നു. പിന്നെ ഇന്നത്തെ രണ്ടാമത്തെ സെക്ഷനിൽ അത് എനിക്ക് നല്ലൊരു ഇതായിട്ട് തന്നെ തോന്നി. പക്ഷേ എപ്പോഴും കണക്കായിട്ടാണ് എപ്പോഴും പ്രൊമോട്ട് ചെയ്തത്. അങ്ങനെയല്ല, നമുക്ക് വല്ലാതെ പിടിച്ചു വെക്കുന്ന രീതിയിലുള്ള ഇതായിട്ടാണ് തോന്നിയത്. കർഷക സഹോദരങ്ങൾ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഉറക്കം തന്നെ ഉച്ചയ്ക്ക് ശേഷമുള്ളത് നഷ്ടപ്പെടുത്തി എന്ന് തന്നെ വളർത്താൻ മതിയാകും. അപ്പൊ ഞാനത് ശരിക്കും അത് ഒരു നഗ്നമായ സത്യമാണത്. ഞാനത് ഉള്ളത് തുറന്നു പറഞ്ഞെന്ന് മാത്രമേ ഉള്ളത്. എന്ത് തന്നെയായാലും സംഗതി നമ്മുടെ കണക്കില്ലാത്ത കർഷകന് ഒരു കണക്കുണ്ടാക്കിയെടുത്തു എന്നുള്ളത് സത്യമാണത്. അത് ഇനിയിപ്പോ ആരും എന്നെ തുറന്നു പറയണം, കർഷകരോട് തന്നെ ശരിക്കും നമുക്കൊരു കണക്ക് വേണം. ഈ പറഞ്ഞ പോലെ കണക്കില്ലാത്തൊരു കർഷകനാവരുത്. എങ്കിലും നമുക്കൊരു അല്പമെങ്കിലും മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യത ഉണ്ടാവൂ എന്ന് തന്നെയാണ് ഇതിന്റെ സത്യം. പിന്നെ ബാക്കിയെല്ലാം നമ്മൾ ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളത് വേറൊരു സത്യം. അപ്പൊ എങ്ങനെയായാലും എന്ത് തന്നെ ആയാലും ഇന്നലെയും ഇന്നും നടന്ന ക്ലാസ്സുകൾക്ക് ഇത്തരത്തിലൊരു ക്ലാസ് സംഘടിപ്പിച്ച മാഡത്തിനും അതിനോടനുബന്ധിച്ച് നടന്ന മറ്റേ സഹപ്രവർത്തകർക്കും നമ്മുടെ ക്ലാസ് വളരെ നല്ല രീതിയിൽ വളരെ രസകരമായിട്ട് കർഷക ക്ലാസ് ആണ് എന്ന് പറയാൻ പറ്റാത്ത ആ ഒരു അവസ്ഥയില് അത്രയ്ക്ക് നന്നായിരുന്നു എന്ന് വേണം പറയാൻ. നമ്മുടെ അനിൽ സാർ, നിതിൻ സാറിനും നമ്മുടെ അജിത് സാർ, രജീഷ് സാർ, പിന്നെ നമ്മുടെ മറ്റേ ഒന്നുകൊണ്ട് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു, 2-3-4 പേരുണ്ടായിരുന്നു. അവർക്കും അതോടൊപ്പം നമുക്ക് ഭക്ഷണം നല്ല രീതിയിൽ അടിപൊളിയായിട്ട് ഒരുക്കി തന്നു കഴിഞ്ഞാൽ അവർക്കും ഞാൻ എൻ്റെ നമുക്ക് മറ്റേ നിങ്ങൾക്ക് നമ്മുടേതായിട്ടുള്ള സഹപ്രവർത്തകരുടെ പേരിലും ഞാൻ എൻ്റെ സ്വന്തം വ്യക്തി പേരിലും ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി അറിയിക്കുന്നു.